എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താണ് നീ എൻ്റെ കൂടെ പറയാതെ? ഇല്ല, അതുകൊണ്ട് ടൈം തെറ്റിയതുകൊണ്ടാണ് രണ്ടുപേരും രണ്ടായിട്ട് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു എനർജൈസിങ് സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ ഒരു എനർജി ഉണ്ടെന്ന് തോന്നുന്നില്ല തുടങ്ങിയപ്പോഴേ. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ്. അതിൻ്റെ പേര് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുന്നു. അതിൽ ചിന്തിക്കുകയും ചെയ്യും എന്തായിരിക്കും സാധനം. നമുക്ക് പേര് പൊട്ടിച്ചാലോ? ട്രോപ്പിക്കൽ ജുവൽ സാലഡ് അല്ലേ? അപ്പോൾ ഇനി അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഞങ്ങൾ കാണിച്ചുതരാം. സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിനകത്ത് ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഡിഷ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആരോഗ്യപരമായിട്ടും അതുപോലെ നമുക്ക് നാവിന് ടേസ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ജുവൽ സാലഡ്. എന്താണ് ഈ ട്രോപ്പിക്കൽ ജുവൽ സാലഡ്? ഇതിൻ്റെ അകത്ത് നമ്മുടെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ജുവൽസ് അല്ലേ, കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന, വളരെ ഫ്രഷ്നെസ് ഉള്ള, കണ്ണ് മാത്രമല്ല നമ്മുടെ ബോഡിയെയും നമ്മളെ നറിഷ് ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന കുറെ ഐറ്റംസ് ആണ് നമ്മുടെ ട്രോപ്പിക്കൽ ജുവൽ സാലഡ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ് ട്രോപ്പിക്കൽ ജുവലില്? നമ്മുടെ ഫ്രൂട്ട്സിന്റെ രാജാവായ മാംഗോ, പഴുത്ത മാങ്ങ, ആപ്പിൾ, പൈനാപ്പിൾ ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ആപ്പിൾ, പൈനാപ്പിൾ, മാംഗോ, ഇതാണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ട്രോപ്പിക്കലിന്റെ മെയിൻ സാധനം കരിക്ക്. അത് നമ്മുടെ ട്രോപ്പിക്കൽ സാധനം. അത് പറഞ്ഞില്ലേ പിന്നെ എന്തോന്നല്ലേ നമ്മുടെ കരിക്ക്. ഇതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആന്റി ഓക്സിഡന്റ് ചേർന്നിട്ടുണ്ട്, അതുപോലെ വളരെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, ബോഡിയെ നറിഷ് ചെയ്യുന്ന. ഇത് മാത്രമല്ല നമ്മുടെ കണ്ണിനും കുളിർമ വരുന്നത്. ഇതിലെ ഓരോ കളേഴ്സ് നോക്കിയേ, വൈറ്റ്, പിന്നെ യെല്ലോ, ഗ്രീൻ, അത് കഴിഞ്ഞിട്ട് റെഡ്, എല്ലാം കൂടെ ചേർന്ന കണ്ണിനും അതുപോലെ ബോഡിക്കും നമ്മൾ നറിഷ്മെന്റ് തരുന്ന കുറെ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നല്ല ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള നമ്മുടെ നട്ട്സ് ഉണ്ട്. ബദാം, കാഷ്യൂ, പിസ്ത. അതെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യം എന്താ പറയാ ഗുണം തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉണക്കമുന്തിരിക്ക, റൈസൻസ്. അതുകൊണ്ട് അപ്പൊ ഇതിൽ അങ്ങനെ നമുക്ക് വ്യത്യസ്തമായി അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കെമിക്കൽ ചേർന്നതോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നുമില്ല. എല്ലാം പ്യുവർ ഹെർബ്സും നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. ആദ്യം അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കുക്കിംഗ് തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കർമ്മം അടുപ്പ് കത്തിക്കലായിരുന്നു. അടുപ്പ് കത്തിക്കൽ പരിപാടിയില്ല. എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ്, പഴങ്ങളുടെ രാജാവ് മാംഗോ, അവനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐശ്വര്യ എടുത്താ ഞാൻ കട്ടിയണോ? ഇല്ല, ഒരു എന്തായാലും തുടങ്ങി വെക്കി. സാലഡിനെ കൊണ്ടുവന്ന ആള് ചേച്ചിയാണ്, അതുകൊണ്ട് ചേച്ചി തന്നെ തുടങ്ങട്ടെ. ഐശ്വര്യ യമുന ചേച്ചി ഇതാ മാംഗോ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. നമുക്ക് ഈ മാങ്ങാണ്ടി കളയണ്ട, ഞാൻ മാറ്റി വയ്ക്കാം. ഇതൊക്കെ എന്തിനാണ് സാധനം കഴിക്കാൻ? കുക്കിംഗ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട്, കിച്ചൺ മാജിക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഈ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അടുത്ത പേപ്പർ കണ്ടെഴുതൂലേ, അതുപോലെ ഞാൻ ചേച്ചി കട്ട് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് കട്ടർ ബോർഡിൽ നോക്കിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തത്. എന്താ സംഭവം എന്ന് പറയാം, നമ്മൾ പല സാധനങ്ങളും മറ്റേ ലഡു ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ജഡ്ജി വന്നിട്ട് പറയും ഇത് ഈവൻ അല്ല. അതുപോലെ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ ഈവൻ അല്ലെന്ന് പറയാൻ പാടില്ല. അതെ, ഇതൊരു മത്സരമായതുകൊണ്ട് നമുക്ക് ആകെ ടെൻഷനാണ്. കട്ടിങ്ങിൽ വരെ ടെൻഷനാണ് എന്നുള്ളതാണ് സത്യം. വീട്ടിലാണെങ്കിൽ കട്ടിങ് ഒക്കെ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ പേടിയാ. ഇവിടെ ഇപ്പൊ കത്തി എടുക്കുമ്പോഴേ പേടിയാ. അത് കറക്റ്റ് സൈസ് ആയിരിക്കണം, അളവ്, വലിപ്പം, ഷേപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഗ്രീൻ ആപ്പിള് ഒരുപാട് ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന, ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഈ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു സാധനമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഏജിങ്ങിനും ഏറ്റവും നല്ലതാണ്. മറ്റേ നോർമൽ നമ്മുടെ ചേച്ചി 10 കഴിക്കുന്നുണ്ടെന്ന് എൻ്റെ തോന്നൽ. എല്ലാവരും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ, പക്ഷെ ഞാനൊന്നും ഇങ്ങനെ. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ലേ? അല്ല, എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി കൊച്ചായി വരുന്നു, ചേച്ചിയുടെ സ്കിന്ന് ഭയങ്കര അത് ഇത്, ചേച്ചി അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ഉള്ള സാധനങ്ങൾ കഴിക്കുന്ന കൊണ്ടാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ, സത്യസന്ധമായി പറയാം, ഇതൊന്നും ഞാൻ അങ്ങനെ ഡെയിലി കഴിക്കുന്നത്. വല്ലപ്പോഴും കിട്ടിയ പിള്ളേർക്ക് കൊടുക്കും, അവർ വെച്ചിട്ട് പോകുന്ന ബാക്കിയാണ് എല്ലാം ഞാൻ കഴിക്കുന്നത്. സത്യം. അവർ നല്ല അടിപൊളി സാധനം എന്താ കഴിക്കുന്നുണ്ട്, അതിന് ബാക്കി കഴിക്കുന്നുണ്ടാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരു സാധനം പറയാനുണ്ട്. ഈ മല്ലി, ഉലുവ, ജീരകം, പിന്നെ കുരുമുളക്, വേറെന്തല്ല
എന്തുവാ നീ എന്തോ പറയാ? ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചൊരു വെള്ളം കുടിക്കുന്നുണ്ട്. ഓ ഇഞ്ചി. ഇഞ്ചി അത് കറക്റ്റ്. ഇത്രയും സാധനം തന്നെയാണ്. കറക്റ്റ്. കുരുമുളക് ഉണ്ടോ? കുരുമുളക് ഇടും. പിന്നെ പട്ട. ഇത്രയും സ്പൈസസ് കൂടി ചേർത്ത വെള്ളമാണ് ചേച്ചി ഡെയിലി കുടിക്കും. എത്ര ലിറ്റർ കുടിക്കും? ചിലപ്പോൾ 1 ലിറ്റർ. അത് ഉറക്കെ പറ. 1 ലിറ്റർ എന്തായാലും മിനിമം കുടിക്കും. 1 ലിറ്റർ കുടിച്ചാൽ ഇതുപോലെ ആകാം. അതെനിക്ക് അറിഞ്ഞൂടെ, അത് ഞാൻ കുടിക്കുന്നുണ്ട്. മിക്കവാറും ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടിട്ട് സാലഡ് പഠിച്ചില്ലെങ്കിലും ഈ ഉലുവ വെള്ളം നിങ്ങൾ പഠിക്കും. അപ്പോൾ ദാണ്ടെ നമ്മുടെ ബദാം ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇടുകയാണ്. മതിയല്ലോ. ബാക്കി നമുക്ക് ഇനി ഈ പിസ്തയും കൂടെ ചെറുതായിട്ടൊന്ന് അടിച്ചേ. ഇതും കൂടെ കാഷ്നട്ട് കൂടെ അതിൻ്റെ കൂടെ ഇടാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കട്ട് പീസുകൾ ഒരേ ഷേപ്പ് വരാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ആ പിസ്തയും കാഷ്യൂവും കൂടെ പൊടിച്ചതാണ്, അതുകൂടെ അപ്പം അതിൻ്റെ കൂടെ ഇടാം. മതിയല്ലോ. ഇത് മതിയോ ആപ്പിള്? ആ മതി. മറ്റേ റെഡ് ആപ്പിൾ കട്ട് ചെയ്തോ നീ? റെഡ്. സോ ഗ്രീൻ കഴിഞ്ഞു ഗൈസ്, ഇനി അടുത്ത റെഡാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് ഈ ജുവൽ ട്രോപ്പിക്കൽ ജുവൽ നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാ കളേഴ്സും കൂടെ ചേർന്നാണ്. നാരങ്ങ. ഓക്കെ, നാരങ്ങ ഒഴിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ കശാപ്പ് ശാലയിൽ ഇറച്ചി ഫ്ലേവറിങ്ങിനായിട്ടുള്ള ഒന്ന് റെഡിയാക്കുക. അത് സെപ്പറേറ്റ് ഒരു ബൗളിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് ഹണിയൊക്കെ മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തു, നമ്മൾ ഹണി ആഡ് ചെയ്യാം. ഹലോ, നമസ്കാരം. നമസ്തേ. എന്താ അവൻ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുക? ആപ്പിളാണ്. എന്താ മടൽ കൊടുത്തത്? അതെന്താ എനിക്ക് ആപ്പിൾ കൊടുത്തു, അപ്പൊ മടൽ കൊടുത്തു? ഇത് മടലല്ല, ഇതിനകത്തുള്ള സാധനം തന്നെ. ദീപൻ അറിയാം എന്താണ് എങ്ങനെയാണ്. അപ്പൊ എന്തായാലും നന്നായി നടക്കട്ടെ കാര്യങ്ങള്. അപ്പൊ നിങ്ങളുടെ വിഭവം തയ്യാറായി വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. താങ്ക് യു. ഞങ്ങൾ അയൽവക്കത്തേക്ക് പോയിട്ട് വരാം. അപ്പോൾ ദാണ്ട ഹണിയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി ചാട്ട് മസാല ആഡ് ചെയ്യണം. അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു നല്ലത്. കാരണം അപ്പോൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ആഡ് ഓൺ ചെയ്യാം ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ആ കരിക്കും കൂടെ, കരിക്ക് ഇച്ചിരി വലുതായിട്ട് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ശരിക്കും കരിക്ക് വേണ്ടത് കുറച്ചുകൂടെ കട്ടിയുള്ള കരിക്കായിരുന്നു. കിട്ടിയത് ഇതാ. പക്ഷെ നമ്മൾ ചെയ്യുമ്പം കുറച്ചുകൂടെ കട്ടിയുള്ള കരിക്കാണെങ്കിൽ അത് കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ്സും ആ കരിക്കിന്റെ ടേസ്റ്റും കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇച്ചിരി വലുതാക്കി ഇട്ടോ. മല്ലിയില, കുറച്ച് മല്ലിയില ഇടാം. മിനിറ്റ്സ് ഒക്കെ ആയല്ലോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഹണി ചേർത്ത് എല്ലാം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ ഫ്ലേവറിങ്ങിനുള്ള മെയിൻ സാധനം നാരങ്ങ നീര്, ചാട്ട് മസാല, ഹണി, തേൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ പറയേണ്ട എടുത്തു വരാം, ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ഷുഗർ ഒന്നും ഇല്ല, ഷുഗർ ചേർക്കുന്നില്ല, കളർ ചേർക്കുന്നില്ല, അല്ലെങ്കിൽ സാലഡ് ഡ്രസ്സിംഗ് ക്രീംസ് ഇല്ല, സാലഡ് ഡ്രസ്സിംഗ് ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഇപ്പം പറഞ്ഞ ഹെർബ്സ് ആയിട്ടുള്ള ഈ ഹണി ലെമണും വെച്ച് നമ്മളിങ്ങനെ ഒരു സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കിയിട്ടാണ് ഇതിനകത്ത് അത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സക്സസ് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിംഗ് ബൗളിലേക്ക് അപ്പോൾ അത് ഞാൻ ദീപനെ ഏൽപ്പിക്കാം. അങ്ങനെയാണ് ഡെക്കറേഷൻ പെർഫെക്റ്റ്. സാധാരണ സാലഡിലൊക്കെ നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ ചേർക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത്. ഇപ്പോൾ നോക്കിയേ, നാച്ചുറലായിട്ട് ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്ത്. അപ്പോൾ ദാണ്ടെ
ഞങ്ങളുടെ Tropical ട്രോപ്പിക്കൽ ജുവൽ Jewel സാലഡ് Salad. ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കാം. cool ചെയ്തെടുക്കാം. അതിനുശേഷം എടുക്കാം. ഓക്കെ, ബൈ. ബൈ.